ഞാൻ എൻ്റെ സങ്കടം ഉപ്പാപ്പാനോട് വരബോധ്യപ്പെടുത്തി. ഞാൻ ഇവിടെ വന്ന് ജീവിക്കാൻ, അതായത് എൻ്റെ നാട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റാത്ത ശത്രുത എൻ്റെ മക്കളും ഭാര്യയും കുടുംബങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഉപ്പാപ്പാനോട് പറഞ്ഞ് അവരൊക്കെ സന്തോഷത്തിലായി വരുന്നവരെ ഞാൻ ഉപ്പാപ്പാൻ്റെ കാലടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ചെയ്തത് ഒരു മരുന്നിൻ്റെ കച്ചവടങ്ങളാണ്. അത് പിന്നെ ഞാൻ ഒരു പെട്ടിക്കട ഇട്ടു. പിന്നെ ഞാൻ ഇവിടെ സ്ഥലം പാട്ടത്തിന് വാഴി കൂടി ഇതൊക്കെ കുത്തി. ഇതിൻ്റെയൊക്കെ വരുമാനം കൊണ്ട് ഞാനിവിടെ വരുന്ന ഉപ്പാപ്പാൻ്റെ അടുത്തേക്ക് വരുന്ന വയസ്സന്മാരായ അവരും ഫക്കീറുമാരെ അവരും ഒരു കുടുക്കച്ചട്ടി വെച്ച് ഞങ്ങൾ വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ജീവിച്ചു. അങ്ങനെ 10 കൊല്ലം വാടകയ്ക്കിരുന്ന് അത് കഴിഞ്ഞ് ഉപ്പാപ്പാൻ്റെ കാലടിയിൽ ഒരു 10 സെൻറ്റ് സ്ഥലം എൻ്റെ ഭാര്യൻ്റെ പൊന്ന് വിറ്റ് 50,000 റുപ്യക്ക് പൊന്ന് വിറ്റ് ഈ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് 10 സെൻറ്റ് സ്ഥലത്തിന് 1,00,000 റുപ്യ പറഞ്ഞ് 50,000 റുപ്യ അഡ്വാൻസായി കൊടുത്ത് അതൊക്കെ ആരാധിക്കുന്ന ആരാധനത്തിനൊക്കെ പ്രതിഫലം തരാൻ ഒരു ദൈവമേ ഉള്ളൂ, ഒരു പടച്ചവനെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അല്ലാതെ ഇതിന് വാദിപ്രതിവാദം എന്ന് അല്ല. നമ്മൾ മഹാൻ ഇതെല്ലാം തിരിഞ്ഞുകൊണ്ട് അജ്മീർ ഫക്കീർ വീര ഒലിയുല്ലാഹി ഉപ്പാപ്പ ഇതെല്ലാം തിരിഞ്ഞുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ട് ആര് വന്നാലും അദ്ദേഹം അതിനനുസരിച്ചുള്ള മറുപടികൾ കൊടുക്കൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ്, അല്ലാതെ അറിയാതെയല്ല. അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ എന്ത് ദാനത്തിനും ധർമ്മത്തിനും എന്ത് ആരാധത്തിനും എന്ത് സങ്കടത്തിനും എന്ത് ബുദ്ധിമുട്ടിനും എന്ത് രോഗത്തിനും ഒക്കെ നമ്മൾ തേടുന്നത് ഉപ്പാപ്പാൻ്റെ കാലിലോട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തേടുന്നത്. നമ്മളെ കഴിയുന്ന അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ ഉപ്പാപ്പ പറഞ്ഞ പോലെ കഞ്ഞി കുടിച്ചിരിക്കണോ ചോറ് കഴിച്ചിരിക്കണോ എന്ന് പറഞ്ഞ പോലെ അതിലേക്ക് ദാനധർമ്മമായി ചെയ്ത് കൊടുത്ത് എല്ലാവരുടെ സഹകരണത്തോടു കൂടി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് യാതി ഭേദമില്ലാതെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് അജ്മീർ ഫക്കീർ വീര ഒലിയുല്ലാഹി ഉപ്പാപ്പാൻ്റെ നഗരത്ത്. ഇവിടെ വരുമ്പോൾ ബഹുമതി അച്ചടക്കും അതിൻ്റെതായ എല്ലാ ഹുറുമത്തും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് കയറിയാൽ അതിന് പ്രതിഫലം ധാരാളമായിക്കൊണ്ട് നമുക്ക് ലഭിക്കും. സംശയങ്ങളൊന്നും വിചാരിക്കരുത്, ലഭിക്കും. ഇന്ന് നമുക്ക് നിൽക്കാനും ഇരിക്കാനും എല്ലാത്തിനും ഇവിടെ ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപ്പാപ്പാൻ്റെ ആ നോട്ടം, ആ ഉപ്പാപ്പാൻ്റെ മനസ്സ്, ഉപ്പാപ്പാൻ്റെ നോട്ടം അതിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നമ്മളാരെ കഴിയുന്ന ദാനധർമ്മങ്ങളും അവിടെ കൊടുക്കുന്ന ഭക്ഷണങ്ങളും അവിടെ കൊടുക്കുന്ന തരുന്നതും അതൊക്കെ നമുക്ക് അതൊരു ഔഷധമായിക്കൊണ്ട് രോഗത്തിനും അതുപോലെ പരാജയത്തിനും അതുപോലെ ഞെരുക്കത്തിനും അതുപോലെ ബുദ്ധിമുട്ടിനൊക്കെ ആ മഹാൻ്റെ നഗരത്തിന്
എൻ്റെ പൊരുത്തം കൊണ്ട് ഇവിടെ എവിടെയൊക്കെ ചെയ്യുന്നോ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും. അത് ഉറപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഞാനിവിടെ വന്ന സമയങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞ്. ഞാനിവിടെ വന്നത് അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിയത് ഞാനും നല്ല നിലയ്ക്ക് അല്ല, ഞാനും ഒരു ഇടങ്ങേറ് കൊണ്ടാണ്, ആർക്കും പറ്റാത്ത ഒരു രീതി കൊണ്ടാണ് ഞാനിവിടെ എത്തി. ഞാൻ എൻ്റെ സങ്കടം ഉപ്പാപ്പാനോട് വരബോധ്യപ്പെടുത്തി. ഞാൻ ഇവിടെ വന്ന് ജീവിക്കാൻ, അതായത് എൻ്റെ നാട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റാത്ത ശത്രുത എൻ്റെ മക്കളും ഭാര്യയും കുടുംബങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഉപ്പാപ്പാനോട് പറഞ്ഞ് അവരൊക്കെ സന്തോഷത്തിലായി വരുന്നവരെ ഞാൻ ഉപ്പാപ്പാൻ്റെ കാലടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ചെയ്തത് ഒരു മരുന്നിൻ്റെ കച്ചവടങ്ങളാണ്. അത് പിന്നെ ഞാൻ ഒരു പെട്ടിക്കട ഇട്ടു. പിന്നെ ഞാൻ ഇവിടെ സ്ഥലം പാട്ടത്തിന് വാഴി കൂടി ഇതൊക്കെ കുത്തി. ഇതിൻ്റെയൊക്കെ വരുമാനം കൊണ്ട് ഞാനിവിടെ വരുന്ന ഉപ്പാപ്പാൻ്റെ അടുത്തേക്ക് വരുന്ന വയസ്സന്മാരായ അവരും ഫക്കീറുമാരെ അവരും ഒരു കുടുക്കച്ചട്ടി വെച്ച് ഞങ്ങൾ വെച്ച് എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ജീവിച്ചു. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ ഉപ്പാപ്പാൻ്റെ പേരിൽ നേർച്ചയ്ക്ക് വരുന്ന 2 കുട്ടികളും ഒരു തള്ളി ഉമ്മച്ചിയെ സർബത്ത് വാങ്ങിത്തരി എന്ന് പറഞ്ഞ് കൊണ്ട് കരഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ നോട്ടം തന്താൻ്റെ വീട്ടിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ഈ കുട്ടികൾ തള്ള പറയുന്നു, ഉമ്മച്ചി പൈസ എടുത്തിട്ടില്ല, വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് സർബത്ത് വാങ്ങിത്തരാം, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. എനിക്ക് സർബത്ത് വേണമെന്ന് വാദിപ്രതിവാദമായി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു 50 ഉറുപ്പ്യ ഉണ്ടാണ്, 1/2 കിലോ വെല്ലം, 1 മുറി നാളികേരം, 100 ഉള്ളി, ഇത് വാങ്ങിയിട്ട് ഈ വെല്ലം കുത്തിപ്പൊടിച്ച് തേങ്ങ ചിരകി ഈ ഉള്ളി അരിഞ്ഞിട്ട് പണ്ട് കാലങ്ങൾക്കൊക്കെ ഞങ്ങളെ ചെറുപ്പകാലങ്ങളിൽ പട്ടപ്പര നെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചക്കര വെള്ളം കലക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കലുണ്ട്. അതുപോലെ ഞാനും ഈ വെല്ലം പൊടിച്ച് ഉള്ളി അരിഞ്ഞ് തേങ്ങ ചിരകിയിട്ട് കലക്കി ഈ മക്കൾക്ക് ഞാൻ കൊടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ മരുന്നിൻ്റെ കച്ചവടവും കൃഷിപ്പണികളും ഇങ്ങനെ ഓരോന്ന് ഒക്കെ ചെയ്ത്, അത് എവിടെ ഞാൻ വാടകയ്ക്കായിരുന്നു, എവിടെ ഇരിക്കുന്ന വെച്ചാൽ എൻ്റെ കൂട്ടത്തിലൊക്കെ ഉപ്പാപ്പാൻ്റെ അടുത്ത് വരുന്ന കോടാലി മാസ, അതുപോലെ ഒരുപാട് ഉപ്പാപ്പയായിട്ട് കനക്ഷനുള്ള കണ്ടെത്തിയ ആൾ, ഉപയോഗിച്ച ആൾ, അവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ഇരിക്കുന്നിടത്ത് കഞ്ഞി വെച്ച് കുടിച്ച് അങ്ങനെ ഒരു സന്തോഷമായ ജീവിതം ഇവിടെ തുടർന്നു. ഇന്ന് ഇവിടെ വന്നു അങ്ങനെ 10 കൊല്ലം വാടകയ്ക്കിരുന്ന് അത് കഴിഞ്ഞ് ഉപ്പാപ്പാൻ്റെ കാലടിയിൽ ഒരു 10 സെൻറ്റ് സ്ഥലം എൻ്റെ ഭാര്യൻ്റെ പൊന്ന് വിറ്റ് 50,000 ഉറുപ്പ്യക്ക് പൊന്ന് വിറ്റ് ഈ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് 10 സെൻറ്റ് സ്ഥലത്തിന് 1 ലക്ഷം ഉറുപ്പ്യ പറഞ്ഞ് 50,000 ഉറുപ്പ്യ അഡ്വാൻസായി കൊടുത്ത് 50,000 ഉറുപ്പ്യക്ക് 6 മാസത്തെ ഡേറ്റും വാങ്ങി ഇതിലൊരു ആലിയും വെച്ച് കെട്ടി ഇതിൽ താമസിക്കാൻ തുടങ്ങി. വരുന്ന ഫക്കീറുമാരൊക്കെ ഇവിടെ എൻ്റെ കൂടെ ഈ തെങ്ങും പട്ടമടഞ്ഞ് ആ പട്ടിയിൽ ഞങ്ങൾ കിടക്കാൻ അങ്ങനെ എൻ്റെ കൂടെ കിടക്കാനും തുടങ്ങി.
ഇത് ഇത് ഇവിടെ ഔലിയാക്കളോട് ബന്ധമുള്ള ഏത് ഇരാനിപ്പാപ്പ എന്നല്ല, അതുപോലെ വേങ്ങര കോയപ്പാപ്പ, കാരാക്കുത്ത് വീരപ്പാപ്പ, അതുപോലെ ഒരുപാട് നമ്മൾ ഇരാനിപ്പാപ്പ, അതുപോലെ ഒരുപാട് മഹാന്മാരായി ഹയാത്ത് കാലത്ത് കണ്ട് അവരുടെ പൊരുത്തത്തിന് ഞങ്ങൾക്കും എന്തെങ്കിലും രക്ഷപ്പെടാൻ ഒരു സലാമത്തിൻ്റെ വഴി വേണ്ടേ എന്ന് ചോദിച്ച് അവർക്ക് ചെല്ലാനും പറയാനും നടന്ന് അവരെ കുടുംബം മക്കൾ കുട്ടികളും കെട്ടിക്കാളുടെ കെട്ടിച്ച് കെട്ടാളുടെ കെട്ടി മക്കളെയൊക്കെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടത്തിവിട്ട് ഇന്ന് മഹാമാരെ പൊരുത്തം കൊണ്ട് ചൊല്ലിപ്പറഞ്ഞ് നടക്കുന്നവരാണ് ഫക്കീർ. അവര് നമ്മൾ പറയുന്നത് സന്യാസി എന്ന് പറയുന്നതും ഫക്കീർ എന്ന് പറയുന്നതും അവരാണ്. അവർക്കാണ് നമ്മളിവിടെ ഇതൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തതിന് നമ്മളെ അവരൊക്കെ ഈ മണ്ണിൽ ദാനധർമ്മം ചെയ്തതിൻ്റെ ഉപ്പാപ്പ പറഞ്ഞ പോലെ കഞ്ഞി കുടിച്ചിക്കണോ ചോറ് വെച്ചിക്കണോ എന്ന് പറഞ്ഞ പോലെ ആ വാക്ക് അതുപോലെ കഞ്ഞി വെച്ചിട്ടും അങ്ങനെ ചോറ് വെച്ചിട്ടും അങ്ങനെ അവിടെ കിടന്ന് ഇതൊരു ഫക്കീർ മദ്രസ ആയി.